Let's welcome the busiest costume designer in Malayalam film industry, Salt and Pepperla skirt. പ്രേമത്തിലെ മുണ്ടും ഷർട്ടും. ചാർലി ട്രെൻഡ് സെറ്റർ ആണ്. കംഫർട്ടബിൾ നോക്കണം, കളറ് ക്യാമറമാൻ സെറ്റ് ആവണം, ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരിക്കണം, എല്ലാവരെയും ഹാപ്പി ആക്കി കൊണ്ടുപോകാനും കുറച്ച് പാടാം. അതുപോലെ തന്നെ ഹൗ ഓൾഡ് ആർ യു സാരി ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ആ സമയത്ത് ചെന്നൈയിൽ ഞാൻ പർച്ചേസിന് പോയപ്പോഴും ഇത് ഹൗ ഓൾഡ് ആർ യു സാരി പുതിയ ലോഞ്ച് ചെയ്ത്. അത് ശരി, പുതിയത് ലോഞ്ച് ആരോടാ എന്നെ കേൾക്കുന്നുണ്ട്. ടോട്ടൽ ഇപ്പൊ എത്ര പടങ്ങൾ ചെയ്ത്? കറക്റ്റ് 200 പടങ്ങൾ. 200 പടങ്ങൾ. ഈ 200 പടങ്ങളിലും പിന്നെ റിപ്പീറ്റ് വരാണ്ടിരിക്കാൻ നോക്കണം. ഭയങ്കര പാടല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതൊക്കെ ചെയ്യുമ്പോ കുറച്ച് ടാസ്ക് അല്ലേ? കാര്യം അന്നത്തെ ഇതൊക്കെ കിട്ടണ്ടേ? ഭയങ്കര പാടാ. എനിക്ക് യോബിന്റെ പുസ്തകം ചെയ്യുമ്പോഴേക്കും അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ചേഞ്ച് ആയി. ഫാബ്രിക്സ് കിട്ടുന്ന ഷോപ്പുകൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ സോഫ്റ്റ് ഫാബ്രിക് ആയിരിക്കണം, ഹാർഡ് തിക്കായിട്ടുള്ള ഒന്നും കംഫർട്ട് അല്ല ഉള്ളി. വിഷ്മോറത്തിൽ നമ്മള് മമ്മൂക്കയുടെ ട്രയൽ നോക്കുമ്പോൾ ഒരു ലിനൻ, ടെക്സ്റ്റേർഡ് ലിനൻ ആയിരുന്നു, ഒരു ജൂട്ടിന്റെ പോലെ. വാഷ് ചെയ്യുന്നതോറും ഒരു ടെക്സ്ചർ ഉള്ളതുകൊണ്ടിട്ട് സ്കിന്നിന് ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ചുമന്നിരിക്കോ, എന്നെ കാണിച്ചതോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ചോദിക്കേണ്ടത്. ഒരുമിച്ചാണ് ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേക്കണം. അതെ അതെ അതെ. വിളിച്ചായിരുന്നോ? ഞാൻ മെസ്സേജ് അയച്ചു. നമുക്ക് നമ്മള് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ അയക്കും. ആണോ? പിന്നെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ന്യൂസ് വന്നപ്പോൾ നമ്മുടെ ഷർട്ടായിരുന്നു ഇട്ടേച്ചത്. ഓ, എനിക്ക് സ്റ്റേറ്റ് അവാർഡിനെ കിട്ടിയതിനേക്കാളും സന്തോഷമായിരുന്നു. വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഒരുപാട് നമ്പർ ഓഫ് മലയാളം സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്ന് ക്ലബ് എഫ്എമ്മിൽ. ഇത് ഞാൻ പറഞ്ഞതല്ല, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പറഞ്ഞ. ലെറ്റ്സ് വെൽക്കം ദ ബിസിയസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി, സമീറ സനീഷ് ഓൺ ക്ലബ് എഫ്എം. ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ തവണയാണ് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേക്കണേ. സന്തോഷം 3 ഇരട്ടിയാണോ? അതെ അതെ. ലൈക്ക് എന്താ ഫീൽ ചെയ്തേ? അല്ല, ഞാൻ ഇതില് ഈ വർഷം അവാർഡ് ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ചാർലിയൊക്കെ ഇറങ്ങിയ സമയത്ത് എല്ലാവരും അവാർഡ് കിട്ടും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അതിന് കിട്ടിയില്ല. പക്ഷെ ഇത് ഈ വർഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല. വലിയ വലിയ പടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എന്നിട്ട് കിട്ടിയപ്പോഴാ ഭയങ്കര സന്തോഷം. അപ്പൊ എങ്ങനെ ഇത് ആ സമയത്ത് എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? എനിക്ക് ഫസ്റ്റ് കോൾ തന്നെ പ്രമോദന മധുരമീട പ്രമോദനായിരുന്നു ഫസ്റ്റ് കോൾ ചെയ്തത്. പിന്നെ അങ്ങനെ ഒരുപാട് കോൾസ് വന്നു. പിന്നെ 3 തവണ കിട്ടിയോണ്ടാ? ഓ ഓക്കെ. അങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഇല്ല. സന്തോഷം. ബിസിയസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. പറഞ്ഞുതരും, എനിക്ക് ഒരു സിനിമയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ എത്ര സമയം എടുക്കും ശരിക്കും? നമ്മളൊരു മൂവി സ്റ്റാർട്ട് ചെയ്യണതിന് ഒരു 25 ഡേയ്സ് ബിഫോർ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ പ്രീ പ്രൊഡക്ഷൻ. നമ്മുടെ ഏരിയ കോസ്റ്റ്യൂം പർച്ചേസിങ് ആണെങ്കിലും ഒക്കെ ഒരു സമയം എടുക്കുന്ന ജോലിയാണ്. അപ്പോൾ അതൊരു ചിലത് വലിയ പടങ്ങളാണെങ്കിൽ ഒരു 2 മാസം മുമ്പേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ ഈ രേഖാചിത്രമൊക്കെ നമ്മളൊരു 1.5 മാസം മുമ്പൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ബോഗൻവില്ല ഒരു 1 മന്ത് എത്ര സമയം എടുത്തുള്ളൂ. പിന്നെ അമലേന്റെ പടമാകുമ്പോൾ കുറെ സ്ലോയിൽ നമുക്ക് ചെയ്യാം. ഡീറ്റെയിലിംഗ് ഒരുപാടുള്ള ചെറിയ, ശരിക്കും ബോഗൻവില്ല ചെറിയ പടമാണ്. പക്ഷേ എങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് എല്ലാം കൃത്യമായിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ്. ഇപ്പോ യോബിന്റെ പുസ്തകമൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് സാധാരണ ഡയറക്ടേഴ്സിനെ പോലെയല്ല. ഇപ്പൊ ചെമ്പവിനോദിന് എത്ര പാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവനെന്നെ അറിയാൻ പറ്റും. ബാക്കിയുള്ള ഡയറക്ടേഴ്സ് അങ്ങനെയല്ല. അവനെ കറക്റ്റ് ഷാർപ്പാണ്. ഓരോ കളർ വരെ അവനെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഇത് നമ്മുടെ ആളുകൾ ഈ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യണം. ആ സീൻ തുടങ്ങുന്നതിന് മുമ്പ് ക്യാമറമാനും ഡയറക്ടറും കൂടെ സെലക്ട് ചെയ്യും നോർമലി. അപ്പോൾ ഇതെല്ലാം യോബിൻ്റെ പുസ്തകമൊക്കെ ഈ പീരീഡ് പടമാണ്, ഭയങ്കര സ്ട്രഗിൾ ചെയ്ത പടം. അപ്പം ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ മടിയായിട്ട് നമ്മുടെ ആളുകൾ ചിലപ്പോൾ 2 പാൻറ് കോസ്റ്റ്യൂം മാനിൽ വെച്ചിട്ട് പോകും. എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യും. അമലേടും പറയും മറ്റേ ബ്രൗൺ പാൻറ് എന്നോട് കളിക്കല്ലേ. അപ്പോൾ അമലേടിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഈ കോസ്റ്റ്യൂമിനെ പറ്റി അത്രയും കൂടുതൽ ധാരണ ഉള്ളത് ഡെഫിനറ്റ്ലി കോസ്റ്റ്യൂം ഡിസൈനർക്ക് ടീമിനൊക്കെ ആയിരിക്കും. പക്ഷെ ഡയറക്ടർ ഇത്രയും ശ്രദ്ധിക്കുന്ന ഓർത്തില്ല. അങ്ങനെയുള്ള ഒരാളാണ് അമലേടല്ലേ? ഓക്കെ. ഇപ്പം ഒരു സിനിമയ്ക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് കിട്ടി, അത് തൊട്ടുള്ള ആ ഒരു പ്രോസസ്സ് ഒന്ന് പറഞ്ഞു. ശരിക്കും ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ജോലികളാണ് കൃത്യമായിട്ട് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരും. സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ ആ കഥയ്ക്കും കഥാപാത്രത്തിനും അനുസരിച്ചുള്ള നമ്മളതിൻ്റെ ഒരു മൂഡ് ബോർഡ് പോലെ റെഡിയാക്കിയിട്ട് ഡയറക്ടറും ക്യാമറാമാനും ആർട്ട് ഡയറക്ടറും കൂടെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കളർ പാലറ്റ് ഫൈനൽ ചെയ്ത് നമ്മൾ പിന്നെ നമ്മുടെ വർക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളാണ് ഒരു കഥ കിട്ടുമ്പോൾ ആൾക്ക് ഇങ്ങനെ കൊടുക്കാന്നൊക്കെ പറയുന്നത് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യും മെയിൻലി. ചിലപ്പോൾ ഡയറക്ടർ അവരുടെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് വരെ കറക്റ്റ്
ചിലതിൽ അതിൽ സ്ക്രിപ്റ്റിലേ ഉണ്ടാവും, മറ്റേ കട്ടിക്കണ്ണട, അതുപോലെ തന്നെ സ്റ്റാർ ചെയ്ത ഷർട്ട്, അങ്ങനെയൊക്കെ ചില മൂവീസിൽ. അപ്പോൾ ഇത് ബാക്കി നമ്മൾ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ എല്ലാം ഫൈനൽ ചെയ്യണത്. ഈ കണ്ണടയൊക്കെ നമ്മളാണ് പറയണല്ലേ മിക്ക സമയം? കണ്ണട, ആക്സസറീസ്, ഷൂസ് എല്ലാം നമ്മൾ തന്നെ, കോസ്റ്റ്യൂമിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഇപ്പൊ കളറിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ലിമിറ്റഡ് നമ്പർ ഓഫ് കളേഴ്സല്ലേ ഉള്ളൂ, ഇത് വെച്ചിട്ട് എത്രയോ പടങ്ങളൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചു. അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണേ? അങ്ങനെ മാക്സിമം നമ്മളിപ്പോ ഒരു പടത്തിൽ വർക്ക് ചെയ്ത് അടുത്ത പടത്തിൽ അത് തന്നെ വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കും. മീൻസ് പാറ്റേൺ ആണെങ്കിലും. അപ്പൊ ഇപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര പടങ്ങൾ ചെയ്ത്? കറക്റ്റ് 200 പടങ്ങൾ. 200 പടങ്ങൾ. ഈ 200 പടങ്ങളിലും പിന്നെ റിപ്പീറ്റ് വരാണ്ടിരിക്കാൻ നോക്കണം, ഭയങ്കര പാടല്ലേ? അപ്പൊ അതെങ്ങനെ നോക്കണേ? അല്ല, പിന്നെ നമുക്കൊരു കളേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ അറിയാണ്ട് നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങൾ കയറി വരും, ഇല്ലെന്നില്ല. പക്ഷെ എങ്കിലും നോക്കും മാക്സിമം. പിന്നെ കഥാപാത്രങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, ചെയ്യുന്ന ആർട്ടിസ്റ്റും വേറെ ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ മാക്സിമം പറ്റണ പോലെയൊക്കെ. ഇന്ന ആൾക്ക് ഇന്നതായിരിക്കും കൂടുതൽ ചേരാ, അങ്ങനെ ഒരു സംഭവം നമ്മുടെയൊക്കെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പടത്തിനും ആൾക്ക് ഇതല്ലേ ചേരാ, ആ ഒരു സാധനം വരൂല്ലേ? അങ്ങനെയില്ല. നമ്മളിപ്പോ ചെയ്യുന്ന നടനും നടി അവരുടെ അനുസരിച്ചിരിക്കുമല്ലോ, അവരുടെ കംഫർട്ടബിൾ നോക്കണം. കളറ്, ക്യാമറമാൻ സെറ്റ് ആവണം, ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരിക്കണം, കുറേ ഘടകങ്ങളുണ്ട് ഇതിനകത്ത് നമ്മളൊരു ഇത് ചെയ്യുമ്പോഴേക്കും. അപ്പൊ എല്ലാവരെയും ഹാപ്പി ആക്കി കൊണ്ടുപോകാനും കുറച്ച് പാടാം. അതുപോലെ ഈ സിനിമകൾ ഇപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഡ്രാസ്റ്റ് ചേഞ്ച് ആയിരിക്കും സംഭവിക്കാം. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ അന്നയും റസൂലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊരു കൊച്ചിയില് ഒരു ഉള്ളേരിയയില് ഭയങ്കര നോർമലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലൊരു നോർമൽ കോസ്റ്റ്യൂംസ് ആണ്. 2-3 സിനിമകളുടെ ഗ്യാപ്പ് ഇട്ടിട്ട് ABCD വന്ന് ABCD വന്നപ്പോ എബ്രോഡ് പോയി ജിൽ ആ ഒരു ചേഞ്ച്. അപ്പൊ ആ ചേഞ്ചസ് ഒക്കെ എങ്ങനെയാ? നമ്മളിപ്പോ ഞാൻ ഒരു മൂവിയുടെ വർക്ക് ഇപ്പൊ പർച്ചേസിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു സെറ്റായിട്ടായിരിക്കും അടുത്തയിലോട്ട് കയറുന്നത്. അപ്പോൾ ആ ഒരു ഇത് ചില സമയത്ത് ഒരു 4 പടം 5 പടം ഒക്കെ ഒരുമിച്ച് നടന്ന സമയമുണ്ട് അറ്റ് എ ടൈമില്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേതൊക്കെ പടങ്ങളാ? അല്ല, കുറെ പടങ്ങൾ ഇഷ്ടം പോലെ അല്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ അതിപ്പം യൂസ്ഡായി. ഞാൻ ആദ്യത്തെ ഡാഡി കൂള് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഡാഡി കൂള് ആഷിക്കിന്റെ ആഡ്സ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ആഡ്സ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു 1-2 ദിവസത്തെ വർക്കേ ഉള്ളൂ, അത്രയും ടെൻഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പടമായതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ ആ പയ്യന് ഒരു ഷൂസിന് വേണ്ടിയിട്ട് 2 ദിവസം നടന്നു. മീൻസ് ആ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് കിട്ടാത്തതുകൊണ്ടിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ആഷിക്ക് പറഞ്ഞു, ഇത് സിനിമയാണ്, മൂവിങ് ആണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അപ്പോൾ അതിൽ ഒരു സാധനത്തിനുണ്ടെന്ന് അത്ര സമയം കളയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരും, ഞാൻ ഫസ്റ്റ് പടം ആയതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പടം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആഡ്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ അതും സിനിമ ചെയ്യാൻ വിളിച്ചപ്പോഴും എനിക്ക് മടിയായിരുന്നു ചെയ്യാനായിട്ട്. ഞാൻ ഓൾറെഡി ആഡ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് 1 മാസം ഒരു 10-20 ആഡൊക്കെ ചെയ്യുന്ന സമയം. അപ്പൊ വേറെ ഡിസൈനേഴ്സ് ഒന്നും ഇല്ല ഞാൻ വരുന്ന സമയത്ത്, അധികം പേരൊന്നുമില്ല, 1-2 പേരൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് 1 മാസം തന്നെ എനിക്ക് 10-20 ആഡുകൾ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഇതിൽ സെറ്റായിട്ട് പിന്നെ അങ്ങോട്ട് സിനിമ ചെയ്യാൻ എനിക്കാണെങ്കിൽ ആരും പരിചയമില്ല ഈ ഫീൽഡില്. അപ്പൊ അത്രയും നാൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല, താല്പര്യം ഇല്ല അങ്ങനെയൊന്നും? ഇല്ല, എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ സെറ്റായിട്ട് അങ്ങനെ പോവാം, എനിക്ക് അങ്ങനെ സിനിമ വേണമെന്ന് എനിക്ക് ഈ ഫീൽഡായിട്ട് എനിക്ക് ആരും ഇല്ല നമുക്ക് വർക്ക് ചെയ്യണത്. പിന്നെ ആഷിക്കബുമാണ് വിളിക്കണത് ഫസ്റ്റ്. ആഷിക്കിന്റെ ആഡ്സ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരെണ്ണം ചെയ്തു നോക്ക്, എറണാകുളത്തല്ലേ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് ഇടയ്ക്ക് വിളിക്കും പടം തുടങ്ങാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യൂലായിരിക്കും, മീൻസ് ഞാൻ ഉഴപ്പി നിന്നു. പറഞ്ഞു ഇത് ഒരെണ്ണം ചെയ്തു നോക്കുന്നു പറഞ്ഞിട്ട് ഞാൻ സെറ്റായി. പിന്നെ മമ്മൂക്ക ആണല്ലോ എന്റെ മറ്റേ ടെൻഷനായിരുന്നു. എനിക്ക് ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. അപ്പൊ പിന്നെ അതും ഒരു സൈഡിലുണ്ട്, മമ്മൂക്കയുടെ പടമായതുകൊണ്ട് ചെയ്യണമെന്നുണ്ട്, പിന്നെ വേണോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷൻ. പിന്നെ രണ്ടും കൽപ്പിച്ച് ചെയ്തു. പിന്നെ വന്നതെല്ലാം വലിയ പടങ്ങളാണ്. മീൻസ് ആഗതൻ കമൽ സാറിന്റെ, പിന്നെ പ്രാഞ്ചിയേട്ടൻ രഞ്ജിത്ത് സാറിന്റെ, പിന്നെ ലാൽ സാറിന്റെ പടം. അങ്ങനെ അപ്പോഴും എനിക്ക് ടെൻഷനാണ്. ഇത്രയും ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കലൊക്കെ മടിയുള്ള ആളാണ്. അപ്പൊ ഞാൻ വേണോ വേണ്ടേ, അപ്പോഴും ആഷിക്ക് പറഞ്ഞു ഇത് കുറേ പേര് വർഷങ്ങളായിട്ട് ഇതിൽ കയറാൻ വേണ്ടി നടക്കുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കണത് മോശമാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, ലൊക്കേഷനിൽ തന്നെ എത്രയോ പേരാ അഭിനയിക്കാനാണെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോ ഡയറക്ടേഴ്സിനെ കാണാനും ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാ. 200 സിനിമകളായി. ഇപ്പൊ 200 സിനിമ. അങ്ങനെ അന്ന് വേണ്ടാന്ന് വെച്ച ആളാണ് ഇന്ന് 3 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കയ്യിലിരുന്ന് അല്ലേ? സോ പ്രൗഡ് അല്ലേ?
അല്ലേ ഇപ്പൊ നോക്കുമ്പോ? നല്ല ഡിസിഷൻ ആയിരുന്നു തോന്നല്ലേ? താങ്ക്സ് ടു ആഷിക് ബോണ. ഉറപ്പായിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് പറയുന്ന സംഭവം ട്രെൻഡ് സെറ്റർ ആണ്. സോൾട്ട് ആൻഡ് പെപ്പറിലെ സ്കേർട്ട്, പ്രേമത്തിലെ മുണ്ടും ഷർട്ടും, അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ചാർലി, തട്ടത്തിമറയത്ത് കുറെ ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പടം ഇറങ്ങണതിന് മുൻപേ ഇതുപോലൊരു പുതിയൊരു സംഭവമാണല്ലോ. ഇപ്പൊ ചാർലിയിലൊന്നും നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിലെ സ്കേർട്ടും നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുൻപേ എങ്ങനെ ഈ ഐഡിയാസ് ഒക്കെ പോണത്? സോൾട്ട് ആൻഡ് പെപ്പറിന്റെ സോങ്ങിന്റെ ടൈമില് ഇതുപോലെ തന്നെ ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞു സോങ് ആണ്, അപ്പൊ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. എന്ത് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 3 ലൊക്കേഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളോടുള്ള ഒരു വിശ്വാസമാണല്ലോ അത്. മീൻസ് എന്താണെന്ന് പോലും ചോദിക്കുന്നില്ല, ചെയ്തോളാൻ പറഞ്ഞിട്ട് അവര് പോയി ലൊക്കേഷൻ ഹണ്ടും പരിപാടിയായിട്ട്. ഞാൻ ആ ലൊക്കേഷനിൽ പോയിട്ടില്ല. ഞാനിവിടെ നിന്ന് അപ്പം ഞാൻ വെച്ചെങ്കിൽ അതിനകത്ത് കുറച്ച് സൽവാറും ബാക്കി ഡ്രസ്സുകൾ, അപ്പം എങ്കിൽ സ്കേർട്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. അത് ചെയ്ത് നമ്മുടെ അസിസ്റ്റൻസ് ആയിരുന്നു ലൊക്കേഷനിൽ പോയത്. അപ്പം അവിടെ നിന്ന് അവര് ഷൂട്ട് ചെയ്യുമ്പോഴേ വിളിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷേ ഇത്രയും ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അത്രയും നന്നായിട്ട് അത് വിഷ്വലി ഭയങ്കര രസമായിരുന്നല്ല. ആ സോങ് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും. എനിക്കും ഉറപ്പായിട്ടും അവർ അത്രയും നന്നായിട്ട് അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ പാട്ടിന്റെ കമന്റ്സിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും ഈ സോൾട്ട് ആൻഡ് പെപ്പർ സ്കേർട്ട് ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. അതെ, അതുപോലെ പ്രേമത്തിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും കോളേജിലെ പിള്ളേര് സ്റ്റിൽ ഇതാണ്. എന്നാലോചിക്ക് 10 വർഷത്തിന് ശേഷം അല്ലേ മുണ്ടും ഷർട്ടും. ആ ഒരു ട്രെൻഡിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതൊരു ഒരു സിനിമയ്ക്കും പറ്റിയില്ല എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അത് ഹിറ്റായി. ഇപ്പൊ എന്താ ശരിക്കും സ്റ്റിൽ അത് ഒരു കളർ മുണ്ടായിരുന്നു നമ്മള് കൊടുത്തേച്ചത്. ഓക്കെ, അപ്പം ഏത് പ്രേമത്തില് കളർ മുണ്ടുകൾ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോർമലി കോളേജിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം പക്ഷെ അതങ്ങനെ ഹിറ്റാവും. ഇപ്പോഴും നമ്മള് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രേമമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിട്ടും. നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് പ്രേമമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതല്ല, ആ ഒരു ഗ്രേ കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സ് ഡൈ ചെയ്ത് വരുന്നത്. ഇപ്പോഴും എന്റെ പേര് പ്രേമമുണ്ടെന്നാ. നമ്മള് ഇപ്പൊ ചെന്നാലും നമുക്ക് പ്രേമമുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് തരുന്നത്. അതുപോലെ തന്നെ ഹൗ ഓൾഡ് ആർ യു സാരി ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ആ സമയത്ത് ചെന്നൈയിൽ ഞാൻ പർച്ചേസിന് പോയപ്പോഴും അവര് എനിക്ക് തന്നു. മീൻസ് ഇത് ഹൗ ഓൾഡ് ആർ യു സാരി പുതിയ ലോഞ്ച് ചെയ്തേക്കാം. അത് ശരി, പുതിയത് ലോഞ്ച് എന്നെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് നമുക്ക്. വെച്ചാൽ നമ്മൾ തന്നെ ഇതാക്കിയത് അവിടെ ചെന്നൈയിൽ ചെന്നപ്പോഴും അവിടെ നിന്ന് സെയിൽസ്മാൻ നമുക്ക് കാണിച്ചു തരുക. അങ്ങനെയൊക്കെ പറയുമ്പോ എന്താ റിപ്ലൈ പറയാ? ഇല്ല, ഒന്നും പറയാറില്ല. ഞാനാണ് സിനിമ ഇപ്പൊ നമ്മൾ പർച്ചേസിന് ഞാൻ വലിയ ഷോപ്പുകളിലും എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ പോകാറുണ്ട്. കുറെ പേർക്കൊന്നും നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പോലും അറിയാത്തവരും ഉണ്ട്. അങ്ങനെ പറയാറില്ല. ചിലപ്പോ സിനിമക്കാരെ കഴിഞ്ഞാൽ റേറ്റ് കൂടും, പറയാൻ പറ്റില്ല. ഇപ്പോഴും അറിയാത്തവരുണ്ട്. കുറെ പേർ ആൾക്കാർക്ക് അറിയാത്തതുണ്ട്, മീൻസ് സിനിമയിലാണെന്നുള്ളത്. അതിങ്ങനെ ഈ വീഡിയോയൊക്കെ ഇങ്ങനെ കണ്ടാലേ അറിയുള്ളൂ. അതുപോലെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചോദിച്ചാൽ എന്താ പറയാ? അത് യോവിന്റെ പുസ്തകം അത് തന്നെയായിരുന്നു, നല്ല വർക്കായിരുന്നു. പിന്നെ കമ്മാര സംഭവം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതൊക്കെ ചെയ്യുമ്പോ കുറച്ചു ടാസ്ക് അല്ലേ കാര്യം? അന്നത്തെ ഇതൊക്കെ കിട്ടണ്ടേ? ഭയങ്കര പാടാ. എനിക്ക് യോവിന്റെ പുസ്തകം ചെയ്യുമ്പോഴേക്കും അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഭയങ്കര ചേഞ്ചായി. ഇപ്പൊ നമ്മളിപ്പം എല്ലാം ഭയങ്കര ഈ ഒരു 2-3 വർഷം കൊണ്ട് ഭയങ്കര ചേഞ്ചായി ഫാഷനിൽ. അപ്പോൾ ഫാബ്രിക്സ് കിട്ടുന്ന ഷോപ്പുകൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക. മീൻസ് പഴയ ടൈപ്പ് മെറ്റീരിയൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. മറ്റേത് ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് കടകൾ നമുക്ക് ഇങ്ങനെ ഇവിടെ കിട്ടും എന്നറിയാം പഴയ സാധനങ്ങൾ. പക്ഷെ ഓരോ പ്രാവശ്യം ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. മക്കളത് അവരുടെ പാരന്റ്സുള്ള ഇതായിട്ട് അവര് പുതിയതാക്കിയിട്ടുണ്ടാവും, റിനോവേറ്റ് ചെയ്തിട്ട് പഴയതെല്ലാം മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അയ്യോ, അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധാരണ ഇവിടെ സെറ്റ് ചെയ്യില്ല? ചെന്നൈ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച്, പക്ഷെ എല്ലായിടത്തും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ തന്നെ കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ കയറി ഇറങ്ങി പഴയ കടകളിൽ ഒക്കെ നോക്കിയിട്ടാണ് പഴയ കാലഘട്ടം വരുമ്പോൾ അതിന്റെ ഫാബ്രിക് ഒക്കെ നമ്മൾ സോഴ്സ് ചെയ്യണത്. പിന്നെ അതിന്റെ ആക്സസറി, ചെരുപ്പ് എല്ലാം പാടാ. അതന്നെ, ചെരുപ്പും മാല മോതിരൊക്കെ ആണെങ്കിലല്ലേ എല്ലാം. അതുപോലെ മായാമോഹിനില് ദിലീപേട്ടനെ ചെയ്തില്ലേ? അത് ടാസ്ക് ആയിരുന്നു. കാര്യം അത് ടാസ്ക് ആയിരുന്നു. ആദ്യമായിട്ടാണ് അപ്പൊ ആ സിനിമയിൽ വരുമ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യണേ? അങ്ങനെ പിന്നെ ഒരു ഹീറോയ്ക്ക് അങ്ങനെ ആദ്യമായിട്ടാ. പിന്നെ ദിലീപേട്ടന് എന്തും സഹിക്കാൻ തയ്യാറായിട്ട് വന്നൊരു നടനാ പുള്ളി. മീൻസ് പുള്ളിക്ക് ആദ്യം കുത്തി അതിന് വേണ്ടിയിട്ട് എന്തും പുള്ളി
ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാരക്ടർ നന്നാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കാത് കുത്തിയിട്ട് ഇങ്ങനെ ചില ദിവസം ഇരുന്ന് കരയണാണ് പുള്ളി. പഴുത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ എന്നിട്ടും പുള്ളി വലിയ ഫ്രെയിമിൽ വരുമ്പോ പുള്ളിക്ക് നന്നായിരിക്കണം. അപ്പൊ വലിയ കമ്മലൊക്കെ ഇടാൻ ഒരു മടിയില്ല. കണ്ണൊക്കെ ഇങ്ങനെ നിറച്ചൊഴുകും. എന്നാലും പുള്ളി അതെല്ലാം ഇട്ടിട്ട് ഫ്രെയിമില് ഭയങ്കരമായിട്ട് അത്ര ഡെഡിക്കേറ്റഡ്. അതുപോലെ അമരനില് ചെയ്തിട്ടുണ്ട്. തമിഴ് ഫിലിംസ് ചെയ്യുമ്പോഴും മലയാള ഫിലിം ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താ? എല്ലാം സെയിം തന്നെ. അമരൻ ഭയങ്കര എഫേർട്ട് എടുത്ത ഒരു മൂവിയാണ് ശരിക്കും. അതില് ആ മുകുന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വൈഫായിട്ടാണല്ലോ. അപ്പം അവരുടെ എനിക്ക് റിയൽ ലൈഫ് ഫോട്ടോസ് കുറെ അവർ അയച്ചു തന്നു. അപ്പൊ അത് നമ്മള് സെയിം തന്നെ കുറേ ചെയ്യാനുണ്ടായിരുന്നു. മീൻസ് അവരുടെ വെഡ്ഡിങ് ആണെങ്കിലും അപ്പൊ ആ എക്സാക്ട്ലി അതുപോലത്തെ സാധനങ്ങളായിരുന്നു കൂടുതലും നമുക്ക് കോപ്പി ചെയ്യണമായിരുന്നു. അത് കുറച്ച് ടാസ്കാ. നമുക്ക് ഒരു പുതിയൊരു മൂവിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാം. പക്ഷെ ഇത് ഇപ്പൊ അവരെടുത്തേക്കണ ഒരു സാരി അതേപോലെ തന്നെ സാരി ഒപ്പിക്കണമെങ്കിൽ കുറച്ച് ഭയങ്കര പാടാ. അതുപോലെ ഒരു ഡ്രസ്സല്ല, അതിനകത്ത് ഒരുപാട് ഡ്രസ്സുകൾ. അപ്പൊ നമുക്ക് ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കണത് പർച്ചേസിങ്ങിന്. ഒരു ചെറിയ സാധനമാണെങ്കിലും ഒരു ദുപ്പട്ടയാണെങ്കിലും അതിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്താണ് ആ മൂവി. അത് ഭയങ്കര ഹിറ്റായിരുന്നല്ലോ ആ പടം. സായി പല്ലവിയാണ് പ്രിഫർ ചെയ്യണത് നമ്മള്. ഞാൻ അതിരനും പ്രേമവും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തെലുങ്ക് വിരാട പർവം ചെയ്തായിരുന്നു. നൈസ്. അതുപോലെ ഇപ്പൊ ഈ റിയൽ ലൈഫിലെ കാര്യം പറഞ്ഞപ്പോ അതെനിക്കൊന്നും ഭയങ്കര ടാസ്ക് ആയി. പിന്നെ ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ അവര് ഒരുമിച്ച് നിക്കണത്, അത് ഭയങ്കര ഹിറ്റായിരുന്നു. ആ ഫോട്ടോയും പിന്നെ ഈ അമരനിലെ മൂവിയിലെ സംഭവങ്ങൾ അതിലും ഈ പറഞ്ഞ സെയിം ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ്. അത് ഒരുപാട് ആക്സസറി ഒക്കെ ആണെങ്കിലും ഒരുപാട് നമുക്ക് പിന്നെ അവരുടെ ആ റിയൽ ലൈഫ് ഫോട്ടോസ് കാണുമ്പോഴേക്കും ഒരു പെയിനാണ് ശരിക്കും. ഇവരുടെ ആ ഒരു വെഡിങ് അത് കഴിഞ്ഞാൽ കുഞ്ഞായിട്ടുള്ള ബർത്ത്ഡേ ഫോട്ടോ അങ്ങനെ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് പുള്ളി ഇല്ല ഇപ്പോൾ. അപ്പൊ നമുക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഓരോ ഫോട്ടോസും ബൈ ഹാർട്ടാണ് നമുക്ക്. അതിൽ എന്താണ് അവർ ഇട്ടേക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്ത ആ ഒരു സംഭവം. ഓക്കെ. അതുപോലെ ഈ ഡിഫറെന്റ് മൂവീസ് ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് റോൾസ് ഉണ്ടാവും. ഇപ്പൊ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പോലീസുകാരന്റെ സിനിമയാന്ന് ഓർത്തോ, ഇപ്പൊ സെയിം ഇപ്പൊ ഒരു കുറെ പോലീസുകാരെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലെങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ പോലീസുകാരിൽ നിന്നും ആ പോലീസുകാരിൽ നിന്നും ഒക്കെ എങ്ങനെ ഡിഫറെന്റ് ആക്കുക ഓരോ സിനിമയിലും? യൂണിഫോം അല്ലാതെ വരുമ്പോ പിന്നെ ഓൾറെഡി ചെയ്യുന്ന ആള് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അവരും മാക്സിമം മാറാൻ നോക്കും. മീൻസ് കഴിഞ്ഞ പടത്തിലുള്ള ഗെറ്റപ്പ് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നോക്കും. ആ ചേഞ്ചസ് ഒക്കെ നമ്മളായിട്ടാണോ പറയണേ? ചിലർ ആർട്ടിസ്റ്റുകൾ ഇങ്ങോട്ട് പറയും മറ്റേ പടത്തിലെ ലുക്ക് വരാണ്ട് നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറയും. അല്ലാതെ പിന്നെ നമ്മള് അങ്ങനെ വേറെ മാക്സിമം അതിൽ കൊടുത്ത പോലത്തെ ഷർട്ട് ആണെങ്കിലും പോലീസുകാർക്ക് പിന്നെ അധികം നമുക്ക് ഒന്നും ചെയ്യണ്ട, യൂണിഫോം കൊടുത്താൽ മതി. അതുപോലെ ചില സിനിമകളിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറും ഡയറക്ടറുമാണ് മെയിനായിട്ട് നോക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഓക്കെ ആയിട്ട് ആർട്ടിസ്റ്റ് നോ പറഞ്ഞേക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് കളർ അല്ല ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബെസ്റ്റ് ആക്ടറിൽ മമ്മൂക്കാട് ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഞാനപ്പോൾ എനിക്ക് അധികം പടങ്ങളായിട്ടില്ല. മമ്മൂക്കാടോടെ ഡയറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ആക്ടറാണെന്ന് തോന്നുന്നു പ്രാഞ്ചേട്ടൻ ചെയ്തു. പ്രാഞ്ചേട്ടനിൽ പിന്നെ ലിനനായിരുന്നു. നമുക്കൊക്കെ സോഫ്റ്റ് ഫാബ്രിക് ആയിരിക്കണം, ഭയങ്കര ഹാർഡ് തിക്കായിട്ടുള്ള ഒന്നും കംഫർട്ടല്ല പുള്ളി. അപ്പോൾ ഞാനപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ മമ്മൂക്കാട ഒരു ബെസ്റ്റ് ആക്ടില് ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ പുള്ളി പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ തിക്കായിട്ടുള്ളതാ ഫാബ്രിക്. മീൻസ് ഡബിൾ പോക്കറ്റ് ഷർട്ട് ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഷർട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പം അത് കുറച്ച് തിക്കായിട്ട് പുള്ളിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പം ഇതുപോലെ തന്നെ മാർട്ടിനായിരുന്നല്ലോ ഡയറക്ടർ, മാർട്ടിൻ പുള്ളിക്കാട്. അപ്പം ഇതുപോലെ തന്നെ ഇത് ഇടക്കിടക്ക് പറയുമായിരുന്നു. പക്ഷെ മാർട്ടിന് ഇതാണ് നമുക്കൊരു റഫ് ലുക്കായിരുന്നു സെക്കൻഡിൽ തൊട്ട് വേണ്ടത്. പിന്നെ അതങ്ങനെ പോയി. കംഫർട്ട് അല്ലെങ്കിലും പിന്നെ മാക്സിമം ഈ തിക്കുള്ള ഫാബ്രിക് വന്നാലായിരുന്നു അത് വർക്കാവുള്ളായിരുന്നു. എന്നിട്ടും അതിൽ തന്നെ നമുക്ക് ലുക്ക് വൈസ് തിക്നെസ് തോന്നിക്കുന്ന എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ സോഴ്സ് ചെയ്തിട്ടായിരുന്നു പിന്നെ അത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഭീഷ്മപർവത്തിൽ ഇതുപോലെ തന്നെ ഭീഷ്മപർവത്തിൽ നമ്മൾ മമ്മൂക്കാടെ ട്രയൽ നോക്കുമ്പോൾ ഒരു ലിനൻ ടെക്സ്റ്റേർഡ് ലിനൻ ആയിരുന്നു, ഒരു ജൂട്ടിൻ്റെ പോലെ ടെക്സ്റ്റേർഡ്. അപ്പം
ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 കുർത്ത എന്തോ നമുക്കൊക്കെ ചെയ്തത്. അപ്പോൾ അത് ഓരോ കളേഴ്സ് നമ്മൾ ഡൈ ചെയ്തെടുക്കുമായിരുന്നു. അതിൽ ആ ഒരു കളർ പാലറ്റിൽ എന്നിട്ട് കളേഴ്സ് മാത്രം ഡൈ ചെയ്ത്. അപ്പോൾ അത് വാഷ് ചെയ്യും തോറും ഇങ്ങനെ ആ ഒരു ടെക്സ്ചർ ഉള്ളതുകൊണ്ടിട്ട് സ്കിന്നിന് ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രയൽ ചെയ്ത് ഓക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ബാക്കിയെല്ലാം റെഡിയാക്കുകയും ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്നാണെങ്കിൽ ഭയങ്കര ചൂടുള്ള സമയത്തായിരുന്നു, നൊയമ്പും ചൂടും എല്ലാം ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കാരവലിൽ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ചുമന്നിരിക്കുക എന്നെ കാണിച്ചത്. വേറെ നമ്മൾ ആ ഒരു ക്യാരക്ടർ എൻ്ററായി തുടങ്ങി. അപ്പൊ ഹാമലേട്ടൻ ചോദിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ചോദിക്കാൻ അടുത്ത്. അപ്പൊ പിന്നെ ഇത് തന്നെ ഈ ഫാബ്രിക് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പം പിന്നെ രണ്ടാമത് കുറെ എടുത്തിട്ട് ഡൈ ചെയ്ത് സെറ്റാക്കി അങ്ങനെ സെറ്റ് ചെയ്തല്ലേ. ഓ ശരി. അതുപോലെ മമ്മൂക്കയുടെ കൂടെ എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കംഫർട്ടബിൾ ആയോ മമ്മൂക്കയുടെ കൂടെ? ഒരുമിച്ചാണ് ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയേക്കണത്. വിളിച്ചായിരുന്നോ? ഞാൻ മെസ്സേജ് അയച്ചു. എന്താ പറഞ്ഞു? ഇല്ല, നമുക്ക് നമ്മള് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ അയക്കും. ആണോ? എന്താണെങ്കിലും പിന്നെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ന്യൂസ് വന്നപ്പോൾ നമ്മുടെ ഷർട്ടായിരുന്നു ഇട്ടേച്ചത്. ഓ, എനിക്ക് സ്റ്റേറ്റ് അവാർഡിനെ കിട്ടിയതിനേക്കാളും സന്തോഷമായിരുന്നു. അതുപോലെ ഏതിലൊരു സിനിമയ്ക്ക് ഇപ്പൊ ഷൂട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ പിന്നെ അവിടെ ബ്രേക്ക് ചെയ്യുവാണല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ആ സംഭവങ്ങൾ നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടോ? ടാസ്ക് വന്നതെന്ന് പറയണ മഞ്ജു ചേച്ചിയുടെ മഞ്ജുവാരുടെ ലളിതം സുന്ദരം എന്ന് പറഞ്ഞ മൂവി. അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസത്തെ ഷൂട്ട് എന്തോ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷെഡ്യൂൾ ആയപ്പോൾ മഞ്ചേച്ചിക്ക് തന്നെ ഒരു സൗത്തിലൊരു വീടുണ്ട്, അവിടെ കൊണ്ടേ കോസ്റ്റ്യൂം ഒരു ബോക്സ് ഉണ്ട്, വലിയ ബോക്സ്. അതിലാക്കിയിട്ടാണ് നമ്മൾ എല്ലാ മൂവീസിനും നമ്മൾ ഷെഡ്യൂളായ ആ ട്രങ്ക് ബോക്സ് ഇതിലാക്കി വെക്കും, ലോക്ക് ചെയ്തൊക്കെ വെക്കും. അപ്പം വേറെ ഒന്നും ഡാമേജ് ഒന്നും വരത്തില്ല, നോർമലി അങ്ങനെയാ. പക്ഷേ ഇത് ആ ഒന്ന് ഫ്ലഡ് വന്ന ടൈമിലായിരുന്നു. അപ്പോൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് ഇവർ പോയിട്ട് വീട്ടിൽ പോയിട്ട് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോഴേക്കും ഫുള്ള് വെള്ളം കയറിയിട്ട് ഫുള്ള് പോയി. അത് അവിടെ വെള്ളം കയറുമെന്ന് ഇവർക്ക് പ്രതീക്ഷയില്ല. എന്തോ ഒരു ഫുൾ സാധനങ്ങൾ പോയി. അപ്പോൾ ഇതെല്ലാം ഒരു 5-6 മാസം മുമ്പ് നമ്മൾ സോഴ്സ് ചെയ്ത സാധനങ്ങളായിരുന്നു. അപ്പോൾ അത് ഫുള്ള് പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട വന്നു. അയ്യോ. അതും അതാണെങ്കിൽ ചില സീനിൽ ബിജു മേനോൻ ഇട്ട ഷർട്ട് വൈറ്റിൽ ചെറിയ ഡോട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ, പിന്നെ രമ്യ നമ്പീഷൻ ഒരു ബ്ലാക്ക് സാരി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ അതിലൊക്കെ ഡീറ്റെയിലിംഗ് ഉള്ളതാ. പിന്നെ അതാണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം സമയം കിട്ടിയുള്ളൂ. ഫുൾ സാധനങ്ങൾ അതേപോലത്തെ ഷർട്ടൊക്കെ പിന്നെ അത് പ്രിന്റ് ചെയ്യിച്ചു. അങ്ങനെ ഭയങ്കര ടാസ്ക് ആയിരുന്നത്. നമുക്കെന്ന് വെച്ചാൽ സമയവുമില്ല, ഈ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടിയേക്കണോണ്ടിട്ട് ആ ടൈമിൽ ഷൂട്ട് ചെയ്ത് തീർക്കും വേണം. അപ്പൊ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു, അത് മറക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതെ എങ്ങനെയൊക്കെയോ ചെയ്ത് ഓർമ്മിക്കരുത് പറയും. മറ്റേ അവരെടുത്ത് അത്രയും നമ്മള് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു 5 ദിവസം കൊണ്ടിട്ട് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഫുള്ള് പോയി. അത് ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി. ഫുള്ള് വെള്ളം കയറി എങ്ങനെയാവും എന്നുള്ളത് മനസ്സിലായി ഡ്രസ്സുകളുടെ അവസ്ഥ. പിന്നെ ആ സമയത്ത് നമ്മള് പ്രതീക്ഷകൾ ഇന്ന സ്ഥലത്ത് കയറും അവിടെ കയറും എന്നൊക്കെ. അതും കൂടെ പുതിയ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ പോണം അതൊക്കെ നന്നായിട്ട് പോകണം. അതുപോലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയ ഒരു ഡയറക്ടറിന്റെ പേര് വെക്കുകയാണെങ്കിൽ ആഷിഖ് അബു, അമൽ നീരദ്, ലാൽ ജോസ് സാർ. നമുക്കൊരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ കോസ്റ്റ്യൂം ഡിസൈനറിന്, ചൂസ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ. അതെ ഇപ്പൊ ലാൽ ജോസ് സാറൊക്കെ ആണെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒന്നും പറയത്തില്ല, ചെയ്തോളാൻ പറയും. അങ്ങനെയാ, അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ ഇപ്പൊ ഞാൻ ജോഫിന്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാം, രേഖാചിത്രം. ഭയങ്കര കൂളാ വർക്ക് ചെയ്യാൻ, ഭയങ്കര കംഫർട്ട്. പിന്നെ ഇത് തുടരും, തരുൺ മൂർത്തി ഭയങ്കര നല്ല ടീമാണ്. പിന്നെ ജിയോ ബേബി കാതൽ ചെയ്തായിരുന്നു, ഭയങ്കര ഒരു ഫാമിലി പോലെയാ. ഒരുപാട് പേരുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ. ലാലേട്ടന്റെ ഈ പറഞ്ഞ തുടരും ചെയ്തപ്പോഴും മമ്മൂക്കയുടെ ഓൾറെഡി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എനിക്കൊന്നും അത്രയും ചെയ്തിട്ടില്ല, കുറവാ. ആ ഒരു ഡിഫറൻസ് എങ്ങനെയാ? അങ്ങനെ ലാലേട്ടൻ കുഴപ്പമില്ല, ഇത് ആക്സസറീസ് ഒക്കെ ശ്രദ്ധിക്കും. മീൻസ് ഒരു ക്യാരക്ടർ ഇതുപോലെ തന്നെ വാച്ചാണെങ്കിലും ബ്രേസ്ലെറ്റ് ഒക്കെ ആണെങ്കിലും ലാലേട്ടൻ ചിലപ്പോൾ ലാലേട്ടയിലുള്ള കളക്ഷനൊക്കെ എടുത്തിട്ട് വരും. അതെ, അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് ചോദിക്കോ ഇങ്ങനെ? ഇത് തുടരുംന്റെ ട്രയലിന് പോയപ്പോഴേക്കും ലാലേട്ടൻ അതിന് വേണ്ടിയിട്ട് ഒരു ലോക്കറ്റ് ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ
ഓ അത് നമ്മൾ കേട്ടിട്ടുണ്ടാക്കിയതാ. അപ്പോൾ അങ്ങനെയൊക്കെ തുടരുമിന്റെ സോങ്ങിന്റെ ടൈമിലും പുള്ളി വിളിച്ചു വെച്ചു തലേ ദിവസം കോസ്റ്റ്യൂം എന്താണെന്ന് ചോദിച്ചു. അപ്പം ബ്രൗൺ ഷർട്ടാണ് കൂടുതലും, അതിനകത്ത് ബ്രൗണും ബ്ലാക്കും യൂസ് ചെയ്യണം. പുള്ളി ഒരു ബ്ലാക്ക് ഇന്നർ ബനിയൻ അതിനുവേണ്ടി കൊണ്ടുവന്നു സോങ്ങിലേക്ക്. ഓ അതൊന്നും അപ്പൊ നമ്മള് കൊടുക്കേണ്ട ആവശ്യമില്ല, പുള്ളി അത് പ്ലാൻ ചെയ്തൊക്കെ. ഓ നൈസ്. അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് തുടരുമില്, അത് സെറ്റ് ചെയ്തപ്പോ അല്ല നമ്മൾ ഫസ്റ്റ് ട്രൈ നോക്കിയത് ഒരു കോഫി ബ്രൗൺ ഷർട്ടും ബ്ലാക്ക് മുണ്ടോ, അത് എല്ലാവർക്കും ഭയങ്കര സെറ്റായി. അപ്പൊ പിന്നെ അത് കുറെ സീനില് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോയി. ഈ സിനിമകളൊക്കെ കഴിഞ്ഞാല് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നു. എല്ലാം ഫുൾ സാധനങ്ങൾ ബോക്സിലാക്കി ഫുൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഫുള്ള് എല്ലാം കൊടുക്കും. പിന്നെ നമ്മൾ വേറൊരു ഇതിന് നമ്മൾ യൂസ് ചെയ്യോ? ചിലത് പ്രൊഡ്യൂസേഴ്സ് അടുത്ത മൂവീസ് വരുമ്പോഴേക്കും ജൂനിയേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഓ അങ്ങനെയാണ്. ഓക്കെ. അല്ലാണ്ട് മെയിൻ അതൊന്നും പിന്നീട് ഒരു റെപ്പറ്റേഷൻ അങ്ങനെയൊന്നുമില്ല. ഇവരെ 3 അവാർഡുകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അത് 30 അവാർഡുകളാവട്ടെ, അതിൽ കൂടുതലാവട്ടെ. കാര്യം നമ്മളൊക്കെ മലയാള സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മുഖം സമീറ സനീഷിന്റെ ആണ്. കുറെ പേർക്ക് ഇൻസ്പിറേഷൻ ആണ്. കുറെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻസ്പിറേഷൻ്റെ പേര് വയ്ക്കുമ്പോൾ. ഇപ്പൊ സമീറ തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, അന്ത കാലത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ 2 പേരേ ഉണ്ടാവുള്ളൂ. അന്ത കാലത്തിൽ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ കാർഡ് എടുക്കാൻ ഞാൻ ഫസ്റ്റ് ഒരു ഹിന്ദി ഫിലിമാണ് ചെയ്യണത്. അതിൽ ഇതുപോലെ തന്നെ ലൊക്കേഷനിൽ എല്ലാം റെഡിയാക്കി ലൊക്കേഷനിൽ വരുമ്പോഴാണ് മാക്ഡേ ആണെന്ന്, മാക്ഡേയുടെ കാർഡ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം മൂവി സ്റ്റാർട്ട് ചെയ്യുക. ഞാനാണെങ്കിൽ അതിന് ഒരുപാട് വർക്ക് ചെയ്തു. അതാണെങ്കിൽ പുറത്ത് ബോംബെ എന്നുള്ള ടീമാണ് വന്നേക്കണത്. അവർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പുള്ളി എന്നെ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ ന്യൂ കമർ അല്ലേ. അപ്പൊ പക്ഷേ ഞാൻ അന്ന് എനിക്ക് വിനയൻ സാറിനാണ്, പുള്ളിയായിരുന്നു ഇതിന്റെ മെയിൻ. വിനയൻ സാറിനെ വിളിച്ചപ്പോൾ വിനയൻ സാറ് എനിക്ക് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ആയിട്ട് വാ. ഞാൻ സർട്ടിഫിക്കറ്റും എന്തോ ഒരു എമൗണ്ട് പേ ചെയ്യണമായിരുന്നു. അത് പേ ചെയ്ത് എനിക്ക് പിറ്റേ ദിവസം രാവിലെ കാർഡ് കിട്ടി. അത് ആ ഇതില് ഭയങ്കര ചരിത്ര സംഭവം ശരിക്കും. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ഇതുവരെ കാർഡ് കിട്ടിയിട്ടില്ല. അതെന്താണ് എനിക്കറിയില്ല. വിനയൻ സാർ ആ ടൈമിൽ ഒരു ഡിസിഷൻ എടുത്തോണ്ടിട്ട് പുള്ളി പറഞ്ഞു പുള്ളി പിള്ളേർ വരണം, പഠിച്ച പിള്ളേർ വരണം എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് കാർഡ് തന്നു. ഒറ്റ ദിവസം കൊണ്ട് കാർഡ് കിട്ടി. അപ്പൊ ഇനി ഏതോ ഒരു പെൺകുട്ടിക്ക് കാർഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിലൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പക്ഷെ അത് പുള്ളി ഉള്ളതുകൊണ്ട് കറക്റ്റ് അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പോഴും എനിക്ക് പടം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. മീൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ. ഞാൻ ലൊക്കേഷനിൽ ഭയങ്കര ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സീനിലാണ് ഇറങ്ങി പോരുന്നത്. ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ട്. അപ്പൊ നമുക്ക് കാർഡില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അപ്പോഴാണ് പിന്നെ ആരോ പറഞ്ഞു വിനയൻ സാറിനൊന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു. ചുമ്മാ ഒരു കോള്, എന്നെ പുള്ളിക്ക് പരിചയം പോലും ഇല്ല. പക്ഷെ പുള്ളി പറഞ്ഞു ഇതായിട്ട് ഓഫീസിൽ വന്നിട്ട് പേയ്മെന്റ് അടക്കി സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാൻ പറഞ്ഞു. ഓ അങ്ങനെയാണ്. പിറ്റേ ദിവസം വൈകുന്നേരം കാർഡ് അടിച്ചു കിട്ടി. എനിക്ക് എന്നെ അത്ഭുതമായി പോയി. ഓ അങ്ങനെ. ഇപ്പൊ ആഡുകളാണെങ്കിൽ ആഡ്സിൽ നിന്നാണ് നേരെ സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുൻപത്തെ കഥകള് നമ്മൾ ചോദിച്ചിട്ടില്ല. ആഡ്സിലേക്ക് വന്നത് തന്നെ, ആഡ്സിലോട്ട് വരുന്നത് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒരു ഫൈനൽ ഇയർ പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ആഡ് വന്നു. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ എനിക്ക് ബാക്ക് ടു ബാക്ക് വർക്കുകളായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു ആഡായിരുന്നു. അത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആഡ്. അത് ശരി. അടിപൊളി അടിപൊളി. ഇനി ഇങ്ങനത്തെ ചെയ്തോണ്ടിരിക്കുക, ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണാനും പറ്റും. താങ്ക് യു സോ മച്ച്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു ട്രെൻഡൊക്കെ ക്രിയേറ്റ് ചെയ്തതിലും ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കണേലും ഇനിയും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.